നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസെർച്ച് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാതൃഭൂമി ന്യൂസ് പേപ്പറിൽ തന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഈ ആഴ്ചയിലെ കുറച്ച് വിവരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് ഡയറക്റ്റായിട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ 30ാമത് കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലിലെ ബൈലമാണ്. ബ്രസീലിലെ ബൈലം എന്ന സ്ഥലമാണ്. 31ാം കാലാവസ്ഥാ ഉച്ചകോടിക്ക് തുർക്കി വേദിയാവും. അപ്പോൾ 31ാം കാലാവസ്ഥാ ഉച്ചകോടിക്ക് തുർക്കിയാണ് വേദിയാവാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നടന്നിട്ടുള്ളത് COP30 ആണ്. ഐക്യരാഷ്ട്രസഭയുടെ 30ാമത് കാലാവസ്ഥാ ഉച്ചകോടി ബ്രസീലിലെ ബൈലം എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡിന് അർഹനായത് എൽദോസ് പോളാണ്. ട്രിപ്പിൾ ജമ്പ് താരമാണ് എൽദോസ് പോൾ. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സൂര്യകാന്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, നോക്കി വയ്ക്കുക. 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറാസോ ആണ്. ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ രാജ്യം കുറാസോ. അടുത്ത ചോദ്യം, കേംബ്രിഡ്ജ് ഡിക്ഷണറി 2025 വാക്കായി തിരഞ്ഞെടുത്തത് പാരാ സോഷ്യൽ എന്ന വാക്കാണ്. ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത പൊതു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സിനിമാ താരത്തോടോ ഇൻഫ്ലുവൻസറോടോ കായിക താരത്തോടോ ഒക്കെ ഒരു പക്ഷേ സാങ്കല്പിക കഥാപാത്രത്തോട് പോലും ശക്തമായ വൈകാരിക അടുപ്പമുണ്ടാക്കുന്ന അവസ്ഥയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്. പാരാ സോഷ്യൽ എന്നാണ് കേട്ടോ. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2026 ഇന്ത്യയുടെ സ്ഥാനം 23 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ 2026 ഇന്ത്യയുടെ സ്ഥാനം 23. 2025 റിപ്പോർട്ടിൽ 10ാം സ്ഥാനത്തായിരുന്നു രാജ്യം. 2025 നവംബറിൽ 10ാം തവണയും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്തതോടെ ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് നിതീഷ് കുമാറാണ്. അപ്പോൾ 2025 നവംബറിൽ 10ാം തവണയും ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് നിതീഷ് കുമാറാണ്. 2025 മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാത്തിമ ബോഷ്. മിസ് മെക്സിക്കോ ആണ് ഫാത്തിമ ബോഷ് കേട്ടോ. മിസ് യൂണിവേഴ്സായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മധ്യപ്രദേശിൽ നിന്നും ഏതു വസ്തുവിനാണ് 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ചത്? പന്ന വജ്രത്തിനാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മധ്യപ്രദേശിൽ നിന്നും ഏതു വസ്തുവിനാണ് 2025 നവംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ചത്? പന്ന വജ്രം. ഇന്ത്യയുടെ 26ാമത് വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്ററായത് സരയു വെൽപുലയാണ്. ആരുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും കേന്ദ്ര സർക്കാർ 100 രൂപ നാണയവും പുറത്തിറക്കിയത്? സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും കേന്ദ്ര സർക്കാർ 100 രൂപ നാണയവും പുറത്തിറക്കിയത്. ഈയിടെ അന്തരിച്ച ഇസ്രയേലിലേക്ക് കുടിയേറിയ മലയാളി കർഷകനും പ്രവാസി ഭാരതീയ സമ്മാന ജേതാവുമായ വ്യക്തി ഏലിയാഹു ബസനേൽ. പുതുതലമുറയുമായി ചേർന്നു പോകാൻ ഇന്ത്യ പോസ്റ്റ് ജെൻസി തപാൽ ഓഫീസ് തുറക്കപ്പെട്ടത് ഡൽഹി IITയിലാണ്. തലമുറയുമായി ചേർന്നു പോകാൻ ഇന്ത്യ പോസ്റ്റ് ജെൻസി തപാൽ ഓഫീസ് തുറന്നത് ഡൽഹി IITയിലാണ്. ടെന്നീസിലെ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഹാൾ ഓഫ് ഫെയിമിൽ പുതുതായി ചേർക്കപ്പെട്ടത് ആരാണ്? ഹാൾ ഓഫ് ഫെയിംസിൽ പുതുതായി ചേർക്കപ്പെട്ടത് ആരാണ്? റോജർ ഫെഡററാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കുറച്ചായിട്ട് ക്ലാസ്സുകളൊന്ന് ബാക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ നമുക്ക് സ്ഥിരമായിട്ട് തന്നെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. വരുന്ന കമ്പനി ബോർഡ്, LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ തീവ്രമായിട്ടുള്ള ശ്രമം തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടി നമുക്ക് വേണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക്